ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിച്ചീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മീ ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ചിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ എല്ലാവരും ഇന്നലെ ബിസിയൊക്കെ ആയിരുന്നല്ലേ? എല്ലാവരുടെയും ബിസിയൊക്കെ കഴിഞ്ഞോ? അപ്പോൾ ഇന്ന് ഞാൻ ഈ ദോശമാവിൻ്റെ ആ മിക്സി കഴുകിയ കുറച്ച് മാവുണ്ടല്ലോ, അതിൻ്റെ വെള്ളം, ആ മാവ് കലക്കി ആ മിക്സി കഴുകി നമ്മളൊരു പാത്രത്തിൽ ഒഴിച്ച് വെക്കും വെള്ളം. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കിന് അതിൻ്റെ മാവെല്ലാം അടിയിൽ പോയിട്ട് വെള്ളം ഇങ്ങനെ മുകളിൽ തെളിഞ്ഞ് നിൽക്കും. ആ തെളിവെള്ളം ഊറ്റി കളഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ മാവിൻ്റെ അകത്ത് തലേന്നേ ഉപ്പ് കലക്കി വെക്കും. ചിലപ്പോൾ രാവിലെ ഈ മാവിൻ്റെ അകത്ത് നമ്മൾ ആ മിക്സി കഴുകിയ വെള്ളം ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഉപ്പിട്ടിട്ടാണ് കലക്കി ഒഴിക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്ന് കലക്കി ഒഴിച്ചിട്ട് അവിടോട്ട് ആ മാവ് മാറ്റി വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്ത് ചായ റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ചമ്മന്തിയാണ്. ഇപ്പോൾ തേങ്ങയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. അതിനൊന്ന് കടുകൂടെ വറുത്തെടുത്താൽ മതി. അപ്പോൾ ചമ്മന്തി തേങ്ങ അരച്ച സമയത്ത് ഞാൻ കുറച്ച് പൊട്ട് കടലയും കൂടെ അരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിക്കൊരിത്തിരി തിക്ക് കിട്ടും അതിനായിട്ട്. അപ്പോൾ അതൊന്ന് കടുക് വറുത്തെടുക്കട്ടെ. ഞാൻ ആദ്യം ചിന്തിച്ചത് ഇഡലിയും ഉണ്ടാക്കാമെന്നാണ്. പക്ഷേ ഇഡലി ഉണ്ടാക്കുന്നില്ല എന്ന് വെച്ചാൽ ദോശ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ച്. കടല അരച്ചത് കൊണ്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ അത് ഇച്ചിരി ഒന്ന് ചൂടാവുകയാണെങ്കിൽ അതൊന്ന് അടുക്കി പിടിക്കും. അതുകൊണ്ട് സ്പൂണും കൊണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. ഒരു ഇച്ചിരി ചൂടാവുന്നതാണ് അത് തിക്കായിട്ട് വരുന്നത്. ഞാൻ അപ്പുറത്തും തവ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിലൂടെ അങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ പെട്ടെന്ന്. ഞങ്ങൾ കഴിഞ്ഞ സൺഡേയിൽ മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കേരള സ്റ്റോർ ഉണ്ടല്ലേ, അവിടെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അവിടെ കേരള സ്റ്റോറിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കിന് ഭയങ്കര ചക്കപ്പഴത്തിൻ്റെ മണം. നോക്കിയുണ്ടേ കുഞ്ഞു കുട്ടി ചക്ക അവരവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് നല്ല മണം, പഴുത്തത് ഇങ്ങനെ കിടക്കുന്നു. പിന്നെ നാട്ടിലെ കുറേ വേറെ ഐറ്റംസ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചീമച്ചക്ക, നാട്ടുമാങ്ങ, അതെല്ലാം കണ്ടോണ്ടേ എല്ലാത്തിനും നല്ല വിലയുമായിരുന്നു. അപ്പം ഞാൻ എന്തു വന്നാലും ഞങ്ങൾ ഇച്ചിരി വീഡിയോ എടുത്തിട്ടുണ്ട്. ഇച്ചിരി കൊതിക്കും വേണ്ടി ചക്കപ്പഴം വാങ്ങിച്ച് നമുക്കൊന്ന് ഉപ്പ് നോക്കാനുണ്ടായിരുന്നു. അതിൻ്റെ മണമാണ് സഹിക്കാൻ വയ്യാത്തത്. ആ വഴിയെ കൂടെ പോകുന്നവരെല്ലാം നോക്കുക. അത് മീൻസ് അത്രയ്ക്ക് മണം. ആ നാട്ടുമാങ്ങയുടെ മണവും അങ്ങോട്ട് കയറിയുണ്ടേ സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കൊണ്ടുവന്നിട്ട് നാട്ടുമാങ്ങയ്ക്ക് അത്ര അങ്ങോട്ട് മധുരമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ ചായയും റെഡി ആയിട്ടുണ്ടേ. അപ്പം ഞാനും ഇവിടെ കഴിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ദോശയും ചമ്മന്തിയും നമ്മൾ കടല അരച്ചതുകൊണ്ട്, പൊട്ടുകടല അരച്ചതുകൊണ്ട് നല്ല തിക്കായിട്ട് നല്ല കൊഴുപ്പായിട്ടിരിപ്പുണ്ട്. പോളവിടെ ഭയങ്കര ഫോറിൻകാർ സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കുമായിരുന്നു. ഞാൻ അവൻ കാണാതെ വീഡിയോ എടുക്കാൻ പോയതാ. പക്ഷെ അവൻ എങ്ങനോ ഷാഡോയിൽ കൂടെ നിഴലിൽ കൂടെ കണ്ട് അവനങ്ങ് നിർത്തി. അതാ മറ്റവൻ പറഞ്ഞ ഇപ്പം വീഡിയോ എടുക്കുന്ന കണ്ടോ. അപ്പം മീൻകറി കുറച്ചുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇന്നൊരു സാമ്പാർ വെക്കാമെന്ന് വെച്ച്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ടിൽ ഞാൻ വീഡിയോ ഇട്ടുണ്ടെങ്കിൽ സാമ്പാർ ഉണ്ടെന്നെ എന്നോട് ജയശ്രീ ആണെന്ന് തോന്നുന്നു പറഞ്ഞത് സാമ്പാറിൽ കോളിഫ്ലവർ ഇടത്തില്ലെന്ന്. മെയിൻ കാരണം 2 റീസൺ ഉണ്ട് ഞാൻ സാമ്പാറിൽ കോളിഫ്ലവർ ഇടാൻ കാര്യം. കാരണം റീച്ചാനോട് സാമ്പാർ ബാജി വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നുണ്ട്. റീച്ച സാമ്പാർ ബാജി വാങ്ങിച്ചുകൊണ്ട് വരുമ്പം അതിൻ്റെ അകത്ത് ഒരു കുഞ്ഞു കഷ്ണം കോളിഫ്ലവറും കാണും. അപ്പോൾ ഞാൻ ചിന്തിക്കും ഒരു ചിണിയുമായിട്ട് വെച്ചിട്ട് എന്തോ ചെയ്യാനാണെന്ന് പറഞ്ഞ് അതുകൂടെ അങ്ങ് ഇടും. പിന്നെ രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ അല്ലാതെ ഈ കോളിഫ്ലവറൊക്കെ നമ്മൾ എന്തെങ്കിലും വെക്കുകയാണെങ്കിൽ ഇവിടെ അത്ര താല്പര്യമില്ല ഈ പിള്ളേർക്ക്. അപ്പോൾ ഈ സാമ്പാറിലാകുമ്പോൾ അതങ്ങ് വെന്ത് അങ്ങ് പോവുമല്ലേ, എടുത്തു മാറ്റാൻ പറ്റത്തില്ല അവർക്ക്. അതുകൊണ്ടാണ് ഞാനങ്ങ്
കോളിഫ്ലവർ കൂടി ഇടുന്നത്. കൊണ്ടുവന്നില്ലെങ്കിൽ അത് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ അത് ഇടത്തില്ല. പക്ഷേ ഈ ആളുടെ പറഞ്ഞു വിടുന്നുണ്ടേ അവർ എന്തൊക്കെയാണ് എടുത്ത് കൊടുത്തുന്ന് വെച്ചാൽ നമ്മളിപ്പം പോവുകയാണെങ്കിൽ നമുക്ക് അറിയാമല്ലോ സാമ്പാറിൽ എന്തൊക്കെയാണ് ഇടുന്നതെന്ന്, അങ്ങനെ വാങ്ങിക്കാം. അപ്പം ഞാൻ ഈ ബാജി വാങ്ങിക്കാൻ പോകുന്ന ഉടനെ ഞാൻ പറഞ്ഞില്ല ഇപ്പം റീച്ചാനും കൂട്ടുകാരനും കൂടെ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. അല്ലെങ്കിൽ ഞാൻ പോയി വാങ്ങിച്ചാൽ കുഴപ്പമില്ല. എന്നും ഞാൻ സാമ്പാറിൻ്റെ അകത്ത് വെണ്ടയ്ക്ക ആ കഷ്ണങ്ങളുടെ കൂട്ടത്തിലങ്ങ് ഇട്ട് വേവിക്കുക. ഇന്ന് പക്ഷേ ഞാൻ എന്നാൽ ചിന്തിച്ച് ആ വെണ്ടയ്ക്ക എന്നാൽ ഇങ്ങനെ ഒന്ന് എണ്ണയിലൊന്ന് സെപ്പറേറ്റ് ഒന്ന് വഴറ്റി ചേർക്കാമെന്ന്. ആ വഴറ്റി ചേർത്തത് ഇവിടെ ആകെ ഗുലുമാലായി. അപ്പം ഞാനിത് വഴറ്റിയിട്ട് ഇട്ടുടനെ ആ വെണ്ടയ്ക്ക ഒരിത്തിരി സെപ്പറേറ്റ് വഴന്ന് വരുമ്പോൾ ഒരു കളർ വരുമല്ലേ, അതുപോലെ. അപ്പോൾ ഇങ്ങോട്ട് അടുക്കളയിൽ വന്നുകൊണ്ട് ഈ കഷ്ണങ്ങൾ ഞാൻ അങ്ങോട്ട് വെന്തിട്ട് അതിൻ്റെ അകത്ത് ഇടുമായിരുന്നു. അവൻ പറഞ്ഞു അയ്യോ പിന്നെ സാമ്പാറിൽ എന്തിനാ വെണ്ടയ്ക്ക ചേർത്തേ? ഞാൻ പറഞ്ഞു സാമ്പാറിൽ ഞാൻ വെണ്ടയ്ക്ക ചേർക്കുമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇതുവരെയും സാമ്പാറിൽ വെണ്ടയ്ക്ക അവന് കഴിക്കാൻ കിട്ടിയിട്ടില്ലെന്ന്. അപ്പം സംഗതി എന്തുവാ, നമ്മളിങ്ങനെ അടിച്ച് വേവിക്കുന്നുണ്ട്. എന്നാലും എന്നോട് ആരാണ്ട് പറയുകയും ചെയ്തു അയ്യോ ഇങ്ങനെയാണ് സാമ്പാർ അങ്ങ് മീൻസ് വെന്ത് പോയതുകൊണ്ട് ഇങ്ങനെയാണ് സാമ്പാർ വെക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. കാരണം ഈ മക്കൾ തിന്നാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ വഴട്ടിയിട്ടത് അതിനേക്കായി മെനക്കേടായിപ്പോയി. അപ്പോൾ അതുപോലെ അങ്ങ് കിടക്കുകയും ചെയ്യും, ഒരിത്തിരി ബ്ലാക്ക് കളർ പോലെ. അപ്പോൾ അല്ലാതെ ഇടുന്ന ഇവിടെ ഇവർക്കൊക്കെ നല്ലത്. ഇപ്പോൾ കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു, അതൊന്ന് അനന്ന് വരുന്നുണ്ട്. അപ്പോൾ അരിയും കൂടെ കഴുകിയിടട്ടെ. ഇപ്പോൾ കിട്ടിയ അരി എന്ന് പറയുന്നത് ഭയങ്കര വേവുള്ള അരിയാണ്. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള ഇഷ്ടം, കാരണം കല്ല് പോലെ ഇരിക്കും ചോറ്. ഈ വെന്ത് അങ്ങ് പോകത്തില്ല, നല്ല മണി പോലെ ഇരിക്കും. ഞാൻ ആ വെണ്ടയ്ക്ക ഇച്ചിരി നേരം ഒന്ന് അടച്ചു കൊടുത്തായിരുന്നേ, ഒന്ന് കുറച്ചൊന്ന് പെട്ടെന്നൊന്ന് വാടി വരാനായിട്ട്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് സൺഡേ ഞാൻ പറഞ്ഞില്ലേ മലയാളിക്കടയിൽ ഞങ്ങളൊന്ന് കയറിയെന്ന്, അവിടുത്തെ സാധനങ്ങളാണ്. അതെല്ലാം ഞാൻ വിശദമായിട്ട് കാണിക്കാമേ. ചക്ക എന്തോ അറിയാൻ ചോദിക്കാം. ഇത് എത്ര കിലോ ഉണ്ടോ? അത് നോക്കാം, അത് എത്ര കിലോ ഉണ്ട്? പക്കയാ പഴുത്തതാ? ചീമച്ചക്ക നല്ല മധുരമുണ്ട്. ये कितना है? ये कितना हो रहा है देखो, 1 किलो 70 रुपये. ആ കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്നത് 1-2 പേര് മലയാളികളല്ല. പക്ഷേ അവർക്ക് ഇവരുടെ കൂടെ നിന്ന് മലയാളം അറിയാം. പുള്ളി പറയുക വാങ്ങിച്ചോണ്ട് പോവും, പിന്നെ പശ്ചാത്തപിക്കും വാങ്ങിക്കാതിരുന്ന. അപ്പോൾ റീച്ചാൻ പറഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോവാന്ന്. അപ്പോൾ അയാൾ പറ അയ്യോ എന്നും പറഞ്ഞ് അതാ ചിരിച്ചത്. റീച്ചാ ഇത് നിങ്ങൾക്ക് തിന്നാൻ അറിയാമോ? പഴുത്തതാ, ഇങ്ങനെ ഉറിഞ്ചി തിന്നാം. नींबू नहीं है? वो 140. महंगा नहीं है क्या ये? ഇങ്ങനെ ഉറിഞ്ചി തിന്നാം. റീച്ചാൻ ചിന്തിച്ച് അത് റീച്ചാൻ ഈ നാട്ടുമാങ്ങിയൊന്നും അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ല. പച്ച നാരങ്ങയാണ്. ഞാൻ പറയുന്നത് നാരങ്ങയല്ല മാങ്ങയാണ്. നല്ല മണമാണ്. അങ്ങനെ അതുകൊണ്ട് ഞാൻ 1/2 കിലോയെ വാങ്ങിച്ചുള്ളൂ. കിലോ 140.
മലയാളിക്കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിച്ച് ഞാൻ അവിടെ നിന്ന് കാണിച്ചായിരുന്നല്ലോ നിങ്ങളെ. പ്രൈസൻ ആ മേശപ്പത്തിരിക്കുന്ന അതിനകത്ത് ഗ്രീൻ കളറിലെ ഇത് നമ്മുടെ ഉണ്ണിയപ്പം. അയ്യോ ചതഞ്ഞു. ചക്കയല്ല, ഇത് വേറെ. ഇത് 100 രൂപയ്ക്ക് വരണം. കിലോ 160 പറഞ്ഞത്. ആ അത് ചക്കയാ. ഇത് നമ്മുടെ നാട്ടുമാങ്ങ. റോ അല്ല, റോമാങ്കോ എന്തിനാ? കഴുകാൻ വെള്ളത്തിടാം. പൈസ പോയി ഷർട്ട് ഇട്ടെ. ഇത് കിലോ 140. ഞാൻ 1/2 കിലോ വാങ്ങിച്ചു. നല്ല നാട്ടുമാങ്ങ. ഞാൻ ഫാൻ ഇട്ടിട്ടുണ്ട്, വെള്ളത്തിൽ ഇടട്ടെ. ഏത്തയ്ക്ക കിലോ 100. ഇത് കിലോ 80 രൂപ. അപ്പോൾ ഇത് മടലും മണ്ണും എല്ലാം കൂടെ 3 കിലോ 3 സംതിങ്. അരക്കായി. ഞാൻ ചക്ക ഒന്ന് മുറിക്കാമെന്ന് പറഞ്ഞെടുത്തു. വെച്ച് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ആദ്യം എണ്ണ ഇട്ട് ചക്ക കുറേ വട്ട് കളിപ്പിച്ച് അതങ്ങ് തെന്നി പോയി. ഈ പിച്ചാത്തിയും കൊണ്ട് ചെയ്തിട്ട് പറ്റിയില്ല. പിന്നെ ആ വലിയ കത്തിയെടുത്ത് വെട്ടാമെന്ന് വെച്ച്. മോറം നിരങ്ങി പോവാന്നല്ലേ. ചേട്ടാ കുടിച്ചിട്ട് കാണി. നാട്ടിലാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് ഓട്ടം നിർത്തിക്കാം. ഇവിടെ പറ്റത്തില്ലല്ലോ. ചവിനിക്ക് വരെ വില കൊടുത്തില്ലേ. ഇതൊക്കെ വെറുതെ പൈസ കൊടുത്തതാണ് ഇവിടെ ഒക്കെ. ഒന്നുമില്ല. ഞാൻ ആ ചെത്തുന്നുണ്ടെ മോണത്തിലെങ്ങാനും ഒരു ഇച്ചിരി ഉണ്ടെങ്കിൽ അതും എടുത്ത് തിന്നും. കാരണം അത്രയ്ക്ക് നമുക്ക് ഇല്ലല്ലോ കളയാൻ. നാട്ടിലെങ്ങാനാണെങ്കിൽ നമ്മൾ ഇതൊക്കെ കളയത്തേ ഉള്ളൂ. ഇച്ചിരി കളറുള്ള ചവണിയായിട്ട് വരെ ഞാനത് കളഞ്ഞിലെടുത്ത് തിന്നുമായിരുന്നു. ഞങ്ങൾ പോകുമ്പോൾ നാട്ടിലുണ്ട്. അന്നേരം ഇതിൻ്റെ വില അറിയത്തില്ല. ഇപ്പം അറിയാം അതിൻ്റെ വില. പൊളിക്കുന്നുടനെ ഈ സൈഡ് വശം വരുമ്പോൾ ഞാനെടുത്തത് ഒത്തിരി അങ്ങ് വിളഞ്ഞു വെടുത്തതല്ല, ഇച്ചിരി വാടിയതാണ്. എന്നാലും മധുരമുണ്ട്. തൊലിച്ചക്കയാണ്. ചില ചക്കപ്പഴം ഉണ്ടായിരുന്നു നല്ല കട്ടിയായിരിക്കുമല്ലോ. പക്ഷെ മാംസം കാണുമല്ലോ. ഇതത്ര മാംസമില്ല.
എന്നാലും കുഴപ്പമില്ല. പ്രൈസൻ ഒരെണ്ണെടുത്ത് തിന്നു നോക്കാം. അല്ല, അത് ഞാൻ അമ്മ പൊളിച്ചു തരാം. ഒരെണ്ണം സ്കിന്നിൻ്റെ അടുത്ത് ഇതിന് സ്കിന്നെടുത്ത് അതിന് അതിലൊരു സ്കിന്നുണ്ട്, അതെടുത്തത് ഇങ്ങോട്ട് വന്ന് തിന്നു നോക്ക്. മധുരമുണ്ട്. നാട്ടിൽ നിന്ന് വന്നയാ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്നെയാന്ന് പറഞ്ഞു. ഞാൻ തൊലി ഇളക്കിയുണ്ടേ അവനും തൊലി ഇളക്കണം. ഞാൻ ചിന്തിച്ചെന്നാ ഒന്ന് ചെയ്തോട്ടെ. ഇച്ചിരി കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കുസുമത്ത് പണി. പോളും പപ്പായും ഇവിടെ ഇല്ല. ഞാനും വെളിയിൽ നിന്ന് ഇച്ചിരി പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നയാ. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നിടാം. പിന്നെ പോളും പപ്പായും ഇവിടെ പോയി വീണ്ടും എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ പോയിടത്തൊന്നും അവന് പോളിന് ഡ്രസ്സ് നോക്കണമായിരുന്നു. അന്നേരം അവർ പിന്നെ വേറെടുത്ത് പോയി എന്നെ കൊണ്ടാക്കിയിട്ട്. ഞങ്ങൾ പ്രെയർ കഴിഞ്ഞിട്ട് വന്ന വഴിക്ക് വീട്ടിലോട്ട് വരാതെ ഞങ്ങൾ അവിടുന്ന് പർച്ചേസിങ് ചെയ്തിട്ട് വരുമായിരുന്നു. പോള് ഞങ്ങൾ മൂന്നും കൂടെ. അപ്പം അവൻ ആ ഡ്രസ്സൊന്നും ശരിയായിട്ട് കിട്ടുന്നില്ല, അവൻ്റെ മെഷറിനുള്ളത്. അപ്പോൾ ആ ഓട്ടപ്പാച്ചില്ല. അപ്പോൾ ഇനിയുണ്ട്, ഓരോ സൺഡേയിലല്ല കിട്ടുന്നുള്ളൂ സമയം. അപ്പോൾ സൺഡേയിൽ ഇങ്ങനെ ചെയ്ത് പോകാമെന്ന് വെച്ച് ഇനിയും ദിവസങ്ങളില്ല അധികം. അപ്പോൾ ഇവിടെ നമ്മുടെ സാമ്പാർ ഞാൻ ആ വെണ്ടയ്ക്കൊക്കെ വഴറ്റിയത് ഇപ്പോൾ ഇട്ട് കൊടുത്ത് ഇനി കടുക് കൂടെ വറുത്താൽ മതി. മസാലയൊക്കെ ഞാൻ വറുത്താൽ ഇന്നിട്ടത് ഒന്ന് ചൂടാക്കിയിട്ടേ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും പുളിയെല്ലാം ചേർത്തിട്ട് അതിന് കടുകും കൂടെ വറുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ട്, വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.